ഹായ് ഫ്രണ്ട്സ്, പ്രൈനസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കമ്പം തമിഴ്നാടാണ്. തമിഴ്നാട്ടിലുള്ള MSR മുന്തിരിത്തോട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗേറ്റ് കടന്നു. നമുക്ക് ടൂറിസ്റ്റുകൾക്ക് കയറാനായിട്ട് അവർ കുറച്ച് ഭാഗം മാത്രം ഒരുക്കിയിട്ടുണ്ട്. ആ പോണ വഴിയാണ് ഇതൊക്കെ. MSR ഗ്രേപ്സ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന കുറച്ച് സ്ഥലമുണ്ട്. ബാക്കി ഫുള്ളും ഇങ്ങനെ വേലി കെട്ടിയിട്ടുള്ള തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ അതുവഴി കടന്നു പോവുകയാണ്. ഈ പോണ വഴി കണ്ടോ, ഒരുപാട് തോട്ടങ്ങളുണ്ട്. കുറച്ചൊന്നുമല്ല, നിറയെ തോട്ടം. MSRൻ്റെ കുറേ തോട്ടങ്ങൾ. അത് പല സൈസിലുള്ള ഒരേ മുന്തിരി തന്നെ പല വളർച്ചയിലുള്ളതാണ്. ചിലത് കുഞ്ഞു കായകളാവും, ചില തോട്ടത്തിൽ കുറച്ച് വലുതായിട്ടുണ്ടാവും, ചിലതിൽ അതിലേക്കും വലുതായതാവും, ചിലതിൽ നല്ല മൂപ്പെത്തി പഴുത്തോ. നല്ല മൂപ്പെത്തി പഴുത്തയിലാണ് നമുക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. നമുക്ക് കയറാനുള്ള കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞത് നല്ല പഴുത്ത മുന്തിരിത്തോട്ടത്തിൻ്റെതാണ്. MSR ഗ്രേപ്പ് ഗാർഡൻ പോണ വഴി കേട്ടോ. അതൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ട്, പല സൈസിൽ ഉള്ള. ഈ കറുപ്പ് മുന്തിരി തന്നെ ഉള്ളു അവിടെ. അപ്പോൾ അതാ ഒരു ഷോപ്പുണ്ട് അവിടെ. ആ ഷോപ്പിൽ നമുക്ക് ഗ്രേപ്സിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും, നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് ഫ്രഷ് ഗ്രേപ്സും ഉണ്ട്. അത് കിലോ 80 രൂപ. അത് 3 കിലോ 5 കിലോ മാത്രമേ അവർ തരൂ, അതിലും കുറച്ച് തരില്ല. ഞങ്ങൾ 3 കിലോ വാങ്ങിച്ച്. ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു, ഞങ്ങൾ ഷെയർ ചെയ്താ. ഈ മുന്തിരിയൊക്കെ ഉണ്ടോ, പച്ചയാണ്. ഇത് മേൽഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ പന്തലിൻ്റെ മേലെ ഇങ്ങനെ മൊത്തം പച്ച കളർ കാണാതെ പച്ച മുന്തിരിയാണ്. അത് മൂപ്പെത്താത്ത കുഞ്ഞു മുന്തിരി ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. നമ്മളാ പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് കയറാൻ സ്വാതന്ത്ര്യം ഉണ്ട്. അതിൽ ഫുള്ള് ആ പച്ച കളറുള്ള. പക്ഷേ ചുവപ്പ് മുന്തിരിയുടെ തന്നെയാണ്, അത് മൂക്കാത്തതാണ്. നമ്മൾ ഈ ഷോപ്പിൽ കൂടി ഇനി നമ്മൾ ഈ ഷോപ്പിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മൾ ഇഷ്ടം പോലും സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് അവിടെ നിന്ന്. ഞങ്ങളും വാങ്ങിച്ചു. ഫേസ് വാഷും ഫേസ് ക്രീമും വാങ്ങിച്ചു. നല്ലതാണെന്ന് അവർ പറയണത്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയധികം ഗുണങ്ങൾ. MSR ഗ്രേപ്സ്, വൈനുണ്ട്, ഗ്രേപ്പിൻ്റെ എല്ലാ ഐറ്റംസും ആ ഷോപ്പിൽ കിട്ടും. കാശ് കൊടുത്താൽ മതി, നമുക്ക് കിട്ടുന്നതാണ്. ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്. വെള്ളമൊന്നും ചേർക്കാത്ത ജ്യൂസ് എന്ന് അവർ പ്രത്യേകം പറയുന്നത്. വെറും ഗ്രേപ്പ് മാത്രം ചേർത്ത് ജ്യൂസാക്കണേ. ഞങ്ങൾ വാങ്ങിച്ചില്ല. അതാ ഒരുപാട് ആളുകളുണ്ട്. ഇതാണ് നമുക്കൊക്കെ നടക്കാൻ പെർമിഷനുള്ള. ഒരു തോട്ടത്തിൻ്റെ കുറച്ച് ഭാഗമാണ് അവർ നമുക്ക് നടക്കാൻ വേണ്ടി തരുന്നത്. കണ്ടില്ലേ, ഇതിവിടെ പഴുത്ത മുന്തിരിയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് വെയിലൊന്നും കൊള്ളില്ല. ഈ തോട്ടത്തിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടക്കണേ. പഴുത്ത മുന്തിരി കളകൾ. ഇത് പൊട്ടിക്കാനൊന്നും പാടില്ല കേട്ടോ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എടുക്കരുത്, എടുക്കக்கூടാതെ, എടുത്താൽ ഫൈനാവും. അപ്പോൾ ഒരു മുന്തിരിയെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈൻ കൊടുക്കണം അത്രേ. അപ്പോൾ ആരും അത് പൊട്ടിക്കില്ല. ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ നമ്മൾ വെറുതെ തൊടണ പോലെയൊക്കെ നോക്കും. അപ്പോഴും അവരിങ്ങനെ പറഞ്ഞു, ഒരു സ്ത്രീ അത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, ഗ്രേപ്പ് തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ടേ. ഉണ്ടല്ലേ, നല്ല മധുരമുള്ള മുന്തിരി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കണ പോലെ അല്ല. അവിടെ നിന്ന് ഫ്രഷ് മുന്തിരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള മുന്തിരിയാണ്. ഞങ്ങൾ വാങ്ങിച്ചു, 3 കിലോ ഞങ്ങൾ വാങ്ങിച്ചു. എത്രയോ വിദേശികളും ടൂറിസ്റ്റുകളും നല്ലോണം വരുന്നുണ്ട്. ഇതിൽ കാണാൻ തന്നെ എന്താ ഭംഗി അറിയോ. മുന്തിരികൾ മാത്രം എടുത്തുള്ളത് കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അധികം സമയം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ കുറേ സമയമൊക്കെ അവിടെ നിന്നു. അതിമനോഹരമായിട്ടുള്ള മുന്തിരി തോട്ടമാണ്. കണ്ടാൽ നമുക്കൊന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും, പക്ഷേ പൊട്ടിച്ചാൽ നമ്മൾ 500 രൂപ ഫൈൻ കൊടുക്കണം. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് പൊട്ടിക്കരുത്, നമ്മൾക്ക് ഫ്രഷ് മുന്തിരി വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ അവർ പറയും. ഗ്രേപ്പ് ടീയും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വാങ്ങി കഴിച്ചില്ല കേട്ടോ. നമ്മളിങ്ങനെ യാത്ര ചെയ്യല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറിന് വല്ല കുഴപ്പമൊക്കെ പറ്റിയാലോ വിചാരിച്ചിട്ട് ഗ്രേപ്പ് ടീയും ഗ്രേപ്പിൻ്റെ അങ്ങനത്തെ ഒന്നും ഞങ്ങൾ വാങ്ങി കഴിച്ചില്ല. ഗ്രേപ്സ് വാങ്ങിച്ചു. പിന്നെ ഗ്രേപ്സിൻ്റെ ഫേസ് വാഷും ഫേസ് ക്രീമും വാങ്ങിച്ചു. നല്ല സ്മെല്ലുള്ള നല്ല ഗ്രേപ്പാണ്, ഒരു മായം ചേർക്കാത്തതാണ് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുക. മരുന്നൊന്നും അടിക്കാത്തതിന് വാങ്ങിക്കാൻ കിട്ടണേ. കണ്ടില്ല എന്താ ഭംഗി കാണാൻ. ഏക്കർ കണക്കിനാണ് ഈ തോട്ടം. നമുക്ക് കുറേ ഭാഗം ഒരു തോട്ടം ഏകദേശം നമുക്കങ്ങനെ നടക്കാൻ പറ്റും. ഒരു തോട്ടം മൊത്തമൊന്നുമില്ല കേട്ടോ. പിന്നെ ചുറ്റും നിറയെ തോട്ടം തന്നെ. പിന്നീട് ഇങ്ങനെ മുന്തിരി വള്ളി വെക്കുന്നതിന് മുന്നേ ഒരുക്കിയിട്ട തോട്ടങ്ങളുണ്ട്.
പിന്നെ ചെറിയത് തൈ പിടിപ്പിച്ച തോട്ടങ്ങളുണ്ട്. ഒക്കെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ കാണാം. ഇതാണ് മുന്തിരി വള്ളി പറഞ്ഞത് കേട്ടോ. ഈ അടിയിൽ നിന്ന് പോയിട്ടുള്ള ഒരു വള്ളിയില്ലേ, അത് പിന്നെ ഈ പന്തലിൽ അങ്ങോട്ട് ചെന്നിട്ട് പല ശാഖകളായി പിരിഞ്ഞ് അതിലൊക്കെ മുന്തിരി ഉണ്ടാവുകയാണ്. ഇടയിൽ ഓരോ മുന്തിരി വള്ളികളാണ്. മുന്തിരി വള്ളി പറഞ്ഞാൽ കുറച്ച് തടി ഉണ്ടാവും, കണ്ടില്ലേ? ഈ കുറച്ച് തടിച്ചിട്ടുള്ളതാണ് മുന്തിരി വള്ളി പറഞ്ഞത്. അത് ആ മുന്തിരിയുടെ പ്രായത്തിനനുസരിച്ച് അതിൻ്റെ തണ്ടിന് വണ്ണം കൂടിയുണ്ടതാ ഈ കാണുന്നതാണ് മുന്തിരി വള്ളി പറഞ്ഞത്. ഇതങ്ങോട്ട് പോയിട്ട് ആ പന്തലിൽ അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അങ്ങോട്ട് ശാഖകളായിട്ട് അങ്ങോട്ട് ഇല അങ്ങോട്ട് വന്ന് അതിലൊക്കെ ഇതാണ്. പിന്നെ ഇടയ്ക്ക് തൂണും കൊടുത്തിട്ടുണ്ട് ഈ വള്ളി പന്തലിനെ. ഇതൊക്കെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് കളഞ്ഞ വേസ്റ്റാണ് അവർ. വെള്ളം ചേർക്കാതെയാണ് അതിന് ജ്യൂസ് അടിക്കുകയെന്ന് അവർ പറയണേ. അതൊക്കെ പണി ചെയ്യുന്ന സ്ത്രീകളാണ് ഈ നീല സാരി എടുത്തൊക്കെ. അവർ ആ മുന്തിരി ജ്യൂസ് അടിച്ചതിൻ്റെ വേസ്റ്റ് കളയാൻ വന്നത്. അത് അപ്പുറത്ത് കാണുന്നത് പുതിയ മുന്തിരി വള്ളി നടാനുള്ള തോട്ടം ഒരുക്കിയിട്ടതാണ്. ഉണ്ടല്ലേ, എന്താ ഭംഗി കാണാൻ, മനോഹരമായിട്ടുള്ള തോട്ടാണ് ഇത്. പുതിയ മുന്തിരി നടാനുള്ള പന്തലൊക്കെ റെഡിയാക്കി വെച്ചാൽ മണ്ണൊക്കെ ശരിയാക്കി പന്തലാക്കി വെച്ചുള്ളതാണ്. ഇനി ഇതൊന്ന് കമ്പ് പൊട്ടിച്ചിട്ടാണ് തോന്നുന്നത് നടുക. ചിലത് മുന്തിരി എടുത്ത് പാകമായി കഴിഞ്ഞാൽ ഇത് മൊത്തം വിളവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു തോട്ടവും കണ്ടു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അത് വീഡിയോ എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. അതിലൊന്നും കാണാനില്ല. വള്ളികൾ ഈ തണ്ട്, ഈ അടിയിൽ നിന്നുള്ള തണ്ട് മാത്രം പോയി എന്നിട്ട് മേലെ കുറ്റികുതാൻ്റെ മോനാണ് നവനീത്. അതാ ഹസ്ബൻഡ് വീഡിയോ പിടിക്കുകയാണ്. ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയത്. അവർ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ അവർക്ക് അവരൊക്കെ ഇടയ്ക്ക് ഈ കമ്പത്തേക്ക് പോണതാണ്. അല്ല, അവർ കൊണ്ടേ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ മുന്തിരി തോട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണം. ഇങ്ങനെ ഇരിക്കും നമ്മൾ നടക്കുമ്പോൾ. നമ്മൾ തലയിലൊന്നും കൊള്ളില്ല, ഇത്തിരി ഉയരമുണ്ട്.